സോ ഈസോഫഗൽ ക്യാൻസറിൻ്റെ 2 മിത്ത്. ഫസ്റ്റ് വൺ, ആൾക്കാർ വിചാരിക്കും എനിക്കിപ്പോൾ ഒരു അസുഖം വന്നാലും ഇപ്പോൾ ഒരു അന്നനാളത്തിൽ തടിപ്പ് വന്നാൽ അതുകൊണ്ട് സിംറ്റംസ് ഉണ്ടാവില്ലേ, അപ്പം അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമല്ലോ. പക്ഷെ അങ്ങനെയല്ല. അന്നനാളത്തിൽ ഒരു അസുഖം വന്നാൽ, ഒരു ചെറിയ തടിപ്പ് വന്നാൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു സിംറ്റം ഉണ്ടാവില്ല, ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അതിൻ്റെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു ട്യൂബാണല്ലോ. ട്യൂബിൻ്റെ ഓൾമോസ്റ്റ് 75% ബ്ലോക്ക് ആയ ശേഷം നമുക്കൊരു അസുഖം ഫീൽ ചെയ്യുള്ളൂ. വെച്ചാൽ നമുക്ക് തടസ്സം ഫീൽ ചെയ്യുള്ളൂ, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ആദ്യം കട്ടിയാറ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, സ്ലോലി അത് ടോട്ടൽ തടസ്സമായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറും. സോ ആക്ച്വലി ഒത്തിരി അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ശരിക്കും ലക്ഷണം വരാറുള്ളൂ, അതിൻ്റെ അസുഖം വരാറുള്ളൂ. സോ ഒരു ഹൈ റിസ്ക് പേഷ്യൻ്റ് ആണെങ്കിൽ അത് നമുക്ക് ആക്ച്വലി early എൻഡോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്ത് early ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ട്രീറ്റ്മെൻറ്റ് പർപ്പസസ്. early ആയിട്ട് കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ എളുപ്പമാണ് ആൻഡ് റിസൾട്ട്സ് ആർ മച്ച് മോർ ബെറ്റർ. സെക്കൻഡ് മിത്ത്, അപ്പോൾ അസുഖം വന്നു കുഴപ്പമില്ല, ഓപ്പറേഷൻ ചെയ്യാം, ഓപ്പറേഷൻ ചെയ്തില്ല ശരിയാവുള്ളൂ. സോ അത്ര എളുപ്പമല്ല. അന്നനാളത്തെ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കുറച്ച് ടെക്നിക്കലി ചാലഞ്ചിങ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതൊരു പ്രത്യേക ടൈപ്പ് ഓഫ് അവയവമാണ്. ഇത് നമ്മളെ കഴുത്ത്, നെഞ്ച്, അത് കഴിഞ്ഞിട്ട് വയറിലേക്ക് പോകാറുള്ള ഒരു ട്യൂബാണ്. സോ ഓപ്പറേഷൻ ഇസ് ബിറ്റ് മോർ ടെക്നിക്കലി ഡിമാൻഡിങ് ആൻഡ് ചാലഞ്ചിങ്. മാത്രമല്ല, ഒരു അന്നനാളത്തിൻ്റെ ക്യാൻസർ വന്നാൽ അതിൻ്റെ പല പ്രോട്ടോകോൾസ് ഉണ്ട് സ്റ്റേജ് അനുസരിച്ച്. അപ്പം ചില സ്റ്റേജിൽ നമുക്ക് നേരെ സർജറി ചെയ്യാൻ പറ്റും, അത് early സ്റ്റേജ് ആണെങ്കിൽ. പക്ഷേ കുറച്ച് സ്റ്റേജ് അഡ്വാൻസ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് സർജറി മാത്രമല്ല, ആദ്യം കീമോതെറാപ്പി, റേഡിയോതെറാപ്പി പോലത്തെ കുറേ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സർജറിയിലേക്ക് ചിലപ്പോൾ പോകാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി എൽഡർലി ഏജ് ആണ് ഈ അസുഖമില്ലാത്ത കുറച്ചുകൂടെ ഇൻവോൾവ് ആണ്. സോ അതിനകത്ത് ഓപ്പറേഷൻ വളരെ സൂക്ഷിച്ച് നമുക്ക് ഫിറ്റുള്ള പേഷ്യൻറ്റ് മാത്രം ഓപ്പറേഷൻ ചെയ്യാനുള്ള അവസ്ഥ മാത്രമേ ഉള്ളൂ. സോ മെയിൻലി ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി, റേഡിയോതെറാപ്പിയാണ്, എസ്പെഷ്യലി ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ. ഒബ്വിയസ്ലി ഒരു സ്റ്റേജ് സ്പ്രെഡ് ആയ സ്ഥിതിക്ക് നമുക്ക് ഓപ്പറേഷൻ്റെ ഒരു റോൾ ഉണ്ടാവില്ല, ആകെ പാലിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ early സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടുള്ളൂ, കറക്റ്റ് നമുക്ക് റിസൾട്ട്സ് കിട്ടുള്ളൂ. സോ അതാണ് ഇവിടെ എൻഡോസ്കോപ്പിയുടെ സ്ക്രീനിങ്ങിൻ്റെ use. So if you have any symptoms regarding this esophageal cancer, please do consult a gastrophysician or surgeon. Thank you.